കേരളത്തിലെ സകല മനുഷ്യരും വയനാട്ടിലെ മനുഷ്യരോടൊപ്പമാണുള്ളത്. അവിടെ പോയി നേരിട്ടുള്ള പ്രവർത്തനം കൊണ്ടും അതേപോലെ തന്നെ സാമ്പത്തികമായ സഹായം കൊണ്ടും ഇതിന് രണ്ടിനും കഴിയാത്തവർ പ്രാർത്ഥന കൊണ്ടും എല്ലാ രീതിയിലും കേരളത്തിലെ മലയാളികളായ മുഴുവൻ ആളുകളും വയനാട്ടിലെ ആൾക്കാരോടൊപ്പമുള്ളത്. പക്ഷെ അതിനിടയ്ക്ക് ചില വെറുപ്പുൽപാദന ഫാക്ടറികൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെയും പോസ്റ്റുകൾക്ക് താഴെയും ഇവിടെയോ നിങ്ങളുടെ ദൈവം കാണുന്നില്ലേ, നിങ്ങളുടെ ദൈവം എന്തിനാ പ്രയാസപ്പെടുത്തുന്നത് എന്ന രൂപത്തിൽ വളരെ മോശമായ രീതിയിൽ വിശ്വാസികളെ അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അവര് ഫിസിക്കലി അവിടെ പോയിട്ട് മയ്യത്തുകൾ പുറത്തെടുക്കാനോ കബറടക്കം ചെയ്യാനോ ഒന്നിനുമില്ല. അതേപോലെ സാമ്പത്തിക സഹായം നയാ പൈസ സഹായിക്കില്ല. എന്നാൽ പിന്നെ ഏറ്റവും ചുരുങ്ങിയത് പ്രാർത്ഥന കൊണ്ട് സഹായിക്കാൻ അവർക്ക് ദൈവമില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു അവിശ്വാസിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിന്തിച്ചു നോക്കുക. അവന്റെ ഉമ്മയും ഉപ്പയും അവന്റെ എല്ലാം ഒലിച്ചുപോയി, അവന്റെ വീട് ഒലിച്ചുപോയി, അവന്റെ മക്കളും പോയി, സമ്പത്തും പോയി, അവരും ചളിയിലേക്ക് മുങ്ങിപ്പോവാൻ ഇരിക്കുകയാണ്. നോക്കൂ, വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു രക്ഷിതാവില്ലാത്തൊരു മനുഷ്യൻ എന്തുമാത്രം ഒരു അരക്ഷിതനാണ്, എന്തുമാത്രം ഒരു അനാഥനാണ്. വിളിച്ചു തേടാൻ അങ്ങേ അറ്റത്തെ നിസ്സഹായാവസ്ഥയിലും ദൈവമേ എന്ന് വിളിക്കാൻ ഒരു ദൈവമില്ലാത്ത ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ഒരു അർത്ഥശൂന്യമായ അവസ്ഥയാണത്. ഓക്കെ, ഇവരുടെ ചോദ്യം, ദൈവം കാണുന്നില്ലേ, ദൈവം എന്തിനാ പ്രയാസപ്പെടുത്തുന്നത്, ദൈവം എന്തിനാണ് ഇവരെ രക്ഷിക്കാതിരിക്കുന്നത്, എന്തിനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഒരു ദുരന്തത്തിന്റെ വിഷയത്തിൽ നിന്ന് മാത്രം ചിന്തിക്കാതെ ജനറലി നമ്മൾ സ്പീക്കിംഗ്, ഒരു പരീക്ഷ, ഫോർ എക്സാമ്പിൾ ഒരു എൻട്രൻസ് പരീക്ഷ, അങ്ങേയറ്റം ടഫായിട്ടുള്ളൊരു പരീക്ഷയാണത്. അപ്പൊ ആ പരീക്ഷ എന്തിനാണ് ഇത്ര ടഫ്? എത്ര ദിവസത്തെ ഉറക്കമാണ് പോകുന്നത്, എത്ര ദിവസത്തെ കഠിനാധ്വാനം, എത്ര ദിവസം ഭക്ഷണം ഒഴിവാക്കുന്നു, എത്ര ടെൻഷൻ അടിക്കുന്നു. ഇതിന്റെ പാസ്സാക്കി പോയാൽ പോരെ എന്ന് നമുക്ക് ഒരാൾ ചോദിച്ചാൽ എന്താ പറയാ? അങ്ങനെ പാസ്സാക്കാൻ കഴിയില്ല. ആ എൻട്രൻസ് പരീക്ഷ പാസ്സാവണമെങ്കിൽ ഇത്രയും ത്യാഗങ്ങളും ഇത്രയും സാക്രിഫൈസും ഇത്രയും സഫറിങ്സും താണ്ടി കടക്കണം, എന്നാലേ ആ പരീക്ഷ പാസ്സാവാൻ കഴിയും. ഇത്രയുള്ള വിശ്വാസികളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് ഇതാണ്. മനുഷ്യന്റെ ജീവിതം പരീക്ഷണമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സകല മനുഷ്യരും പരീക്ഷണത്തിന് വിധേയമാകും. ദുരന്തത്തിന് പെട്ട ആൾക്കാര്, അവർ ഭാര്യ മരിച്ച ആൾക്കാർക്ക് 1-2 വർഷത്തിനകം ചിലപ്പോൾ പുതിയ ഭാര്യ വന്നേക്കാം. ഭർത്താവ് മരിച്ച ആൾക്ക് ചിലപ്പോൾ നാളെ പുതിയ ഭർത്താവ് വന്നേക്കാം. കുട്ടികൾ മരണപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ കുട്ടികളെ കൊടുത്തേക്കാം. വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. കോമ്പൻസേഷനായിട്ട് നിരവധി സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് കൊടുത്തേക്കാം. അപ്പോ ഇതിനേക്കാളും വലിയ കോമ്പൻസേഷനാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. വബശ്ശിരി സ്വാബിരീൻ ജസാഹും ബിമാ സ്വബറു എന്ന് തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ നിരവധി തവണയാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ജസാഹും ബിമാ സ്വബറു, അവർ ക്ഷമിച്ചതിന്റെ ഫലമായിക്കൊണ്ട്. അതേപോലെ തന്നെ വബശ്ശിരി സ്വാബിരി എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കണം ക്ഷമിച്ച ആൾക്കാർക്ക്. അപ്പോ ഈ ഇഹലോകത്ത് കിട്ടുന്ന കോമ്പൻസേഷനേക്കാളും എത്രയോ കോടി 1000 കോടി ഇരട്ടി വലിയ കോമ്പൻസേഷൻ. പിന്നെ വേറൊരു കാര്യം, ക്ഷമിച്ചവർക്ക് സന്തോഷ വാർത്തയുണ്ട്, ക്ഷമിച്ചവർക്ക് സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാല്, ഇപ്പൊ ഒരാൾ സപ്പോസ് അയാളുടെ റൂമിലിരുന്നിട്ട് AC റൂമിലിരുന്നിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് മൊബൈലിൽ കളിച്ചിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല്, ആ ക്ഷമിച്ചവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ എളുപ്പപ്പെടാൻ പറ്റുമോ? ഇല്ല. ക്ഷമിച്ചവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പരീക്ഷണ ഘട്ടങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങളും ജീവിതത്തിലെ പ്രയാസകരമായ സിറ്റുവേഷനുകളും വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യുക, വിശ്വാസത്തോടു കൂടി അതിനെ ഫേസ് ചെയ്യുക, ക്ഷമിക്കുക. അങ്ങനെ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ക്ഷമിച്ചവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാതെ വെറുതെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞാല് നമ്മൾ അതിന് വിധേയരാവില്ല, നമ്മൾ അതിന് മീൻസ് അർഹരാവില്ല. അപ്പൊ ക്ഷമിച്ചവർക്കാണ് സ്വർഗം. പരീക്ഷണത്തിൽ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തവർക്കാണ് സ്വർഗമുള്ളത്. അപ്പോ ടെസ്റ്റ് ഉണ്ട്, എന്നാലാണ് പാസ്സാവാൻ പറ്റുള്ളൂ. വെറുതെ നമുക്ക് പാസ്സാവാൻ കഴിയില്ല. ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതീകും മസലുൽ ലദീന മിൻ ഖബ്ലികും. നിങ്ങളെല്ലാവരും കേട്ട ആയത്തായിരിക്കും. മുമ്പുള്ളവർക്ക് വന്നതുപോലെയുള്ള അങ്ങേയറ്റത്തെ പ്രയാസകരമായ ആ ഫിത്നകളും പ്രയാസങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കാതെ നിങ്ങൾ സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാണോന്ന് പരിശുദ്ധ ഖുർആന്റെ അങ്ങേയറ്റ ഗൗരവകരമായ ചോദ്യമാണത്. നമ്മുടെ മുമ്പുള്ളവർ അങ്ങേയറ്റത്തെ പ്രയാസം സഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്, സഹാബാക്കൾ സഹിച്ചിട്ടുണ്ട്, മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാവരും സഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ